പ്രിയപ്പെട്ടവരെ, പശ്ചിമേഷ്യയിൽ നിന്നുള്ള കഴിഞ്ഞ മണിക്കൂറുകളിലെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക് വരികയാണ്. ഹൂത്തികൾ അവരുടെ പ്രധാനമന്ത്രിയും അവരുടെ ക്യാബിനറ്റ്, അവരുടെ മന്ത്രിസഭയിലെ പല മന്ത്രിമാരും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ ഹൂത്തികൾ നടത്തുന്ന അതിശക്തമായ തിരിച്ചടി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിൽ നടക്കുന്ന വലിയ പ്രതിഷേധം, ആ പ്രതിഷേധത്തിന്റെ രൂപം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതൊരു ഉപരോധ സമരത്തിന്റെ, നേതാക്കളെയൊക്കെ തെരുവിൽ തടഞ്ഞുകൊണ്ടുള്ള ഒരു അക്രമാസക്തമായ സമരത്തിന്റെ അവസ്ഥയിലേക്ക് ഇസ്രായേലിലെ സമരം പ്രക്ഷോഭം മാറുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷെ ആദ്യമായി ഇസ്രായേലിന്, അദ്ദേഹം ജനുവരിയിൽ അധികാരമേറ്റ ശേഷം ആദ്യമായി ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. ലോക മനസ്സാക്ഷിയുടെ മുൻപിൽ ഇസ്രായേൽ കുറ്റക്കാരാകുന്നു എന്നുള്ള നിലയിലുള്ളൊരു വെളിപ്പെടുത്തൽ ട്രംപിന്റെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നു. അതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരുമ്പോൾ ആദ്യം ഞാൻ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിലേക്കാണ് പോകുന്നത്. ട്രംപ് 2-3 ആഴ്ചകൾക്ക് മുൻപ് ഇങ്ങനെ ഒരു സൂചന നൽകിയിരുന്നു. അതായത് ഇസ്രായേലിനോടുള്ള തന്റെ രാജ്യത്തെ, തന്റെ ജനങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യം അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തന്റെ രാജ്യവും ജനങ്ങളും ഇസ്രായേലിനെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്നൊരു പ്രസ്താവന ആഴ്ചകൾക്ക് മുമ്പ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ ട്രംപ് കുറച്ചുകൂടി കടുപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഡെയിലി കോളർ എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ലോക മനസ്സാക്ഷിക്ക് മുൻപിൽ പരാജയപ്പെടുകയാണ് എന്നാണ്. ഇസ്രായേൽ പക്ഷേ വിജയിച്ചേക്കാം. ഗസയിലെ യുദ്ധത്തിൽ, ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നതിലൊക്കെ ഇസ്രായേൽ വിജയിച്ചേക്കാം. പക്ഷേ ലോക മനസ്സാക്ഷിക്ക് മുൻപിൽ ഇസ്രായേൽ പരാജയപ്പെടുകയാണ്, അവർ കുറ്റക്കാരാക്കപ്പെടുകയാണ് എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിലാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. അതായത് ഈ US കോൺഗ്രസിൽ, അമേരിക്കൻ കോൺഗ്രസിൽ അവിടുത്തെ ഭരണ സംവിധാനത്തിലോ പാർട്ടികളിലോ ഒക്കെ ഉണ്ടായിരുന്ന ജൂത ലോബിയുടെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. അതിപ്പോഴില്ല, അത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊരു വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ കൂടി ഡൊണാൾഡ് ട്രംപ് നടത്തുന്നു എന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് 15-20 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിന് കോൺഗ്രസിൽ ഏറ്റവും ശക്തമായ ലോബി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യം നിരന്തരമായി അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹം പറയുകയാണ്, ഒരു രാഷ്ട്രീയക്കാരനാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇസ്രായേലിനെ കുറിച്ച് മോശമായി സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു 10-15-20 വർഷങ്ങൾക്ക് മുൻപ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ലോബിയായിരുന്നു ഇസ്രായേൽ ലോബി, അമേരിക്കയിലെ ഇസ്രായേൽ ലോബി. എന്നാൽ അങ്ങനെ കോൺഗ്രസിന് മേൽ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരുന്ന ഇസ്രായേൽ ലോബിയുടെ ആ നിയന്ത്രണം ഇല്ലാതായിരിക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അദ്ദേഹം പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നു. ഒക്ടോബർ 7 അമേരിക്കയിലെ ജനങ്ങൾ മറന്നു തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ഹോളോകോസ്റ്റ് മറന്നതുപോലെ, അല്ലെങ്കിൽ ഹോളോകോസ്റ്റിനെ കുറിച്ച് ഇപ്പോൾ നിരന്തരമായാലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലല്ലോ. അതുപോലെ 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തെക്കുറിച്ച് ആളുകൾ മറന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ ഇസ്രായേലിന് ആഗോളതലത്തിൽ പിന്തുണ നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ നിരവധി പാശ്ചാത്യ രാജ്യങ്ങൾ ഈ മാസം അവസാനം UN ജനറൽ അസംബ്ലിയിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ആ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് ഈ ട്രംപിന്റെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിൽ, നമുക്കറിയാം ബ്രിട്ടൻ ആകട്ടെ, ഫ്രാൻസ് ആകട്ടെ, സ്പെയിൻ ആകട്ടെ, ജർമ്മനി ആകട്ടെ, അത്തരം രാജ്യങ്ങളൊക്കെ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. പ്രത്യേകിച്ചും ഈ മാസം തന്നെ 21-ാം തീയതിയൊക്കെ നടക്കാനിരിക്കുന്ന സമ്മേളനങ്ങളിൽ, UN ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനങ്ങളിൽ പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുന്ന ആ പ്രഖ്യാപനത്തിൽ പല രാജ്യങ്ങളും പങ്കെടുക്കുമെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞ കാര്യങ്ങളാണ്. ഗസയ്ക്ക് ആവശ്യമായ സഹായം അനുവദിക്കാത്ത ഇസ്രായേലിന്റെ നടപടിയിൽ താൻ രോഷാകുലനാണ് എന്ന് ഡേവിഡ് ലാമി തുറന്നടിക്കുകയായിരുന്നു. ഇതൊരു പ്രകൃതി ദുരന്തമല്ല. ഇതൊരു പ്രകൃതി ദുരന്തമാണ്. 21-ാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്ന ഒരു പ്രകൃതി ദുരന്തമാണെങ്കിൽ നമുക്ക് ആ നിലയ്ക്ക് അതിനെ എടുക്കാം. പക്ഷേ ഇത് മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തം, 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യനിർമ്മിത ദുരന്തം എന്ന നിലയിൽ നമ്മളൊക്കെ തലകുനിക്കണം. ഇങ്ങനെ ഒരു ദുരന്തത്തിന് മുമ്പിൽ നോക്കുകുത്തിയായി നിൽക്കേണ്ടി വരുന്നതിൽ നമ്മളൊക്കെ തലകുലിക്കണം എന്ന് ഡേവിഡ് ലാമി പറയുന്നു. ഇതിനെ ഭയത്തോടെ നോക്കുന്ന ലോകമെമ്പാടുമുള്ള യുവാക്കളുടെ കണ്ണിൽ ഇസ്രായേൽ കുറ്റക്കാരനാണ്, ക്രിമിനലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗസയിലെ മാനുഷിക പ്രതിസന്ധി അതിഭീകരമാണ് എന്ന് ഡേവിഡ് ലാമി ചൂണ്ടിക്കാട്ടുന്നു. ഇത് നമ്മൾ വീണ്ടും അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ, അമേരിക്കയുടെ വിവിധ ഇടങ്ങളിൽ ഇസ്രായേലിനെതിരായ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭവും അതുപോലെ ഇസ്രായേലിനെതിരായ വികാരവും ഉയരുന്നതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു സ്റ്റേറ്റായ മിഷിഗണിൽ നടന്ന ഒരു പലസ്തീൻ കോൺഫറൻസ് ആണ്, പലസ്തീന് വേണ്ടി നടന്നൊരു സമ്മേളനം. അതിലെ പ്രസംഗകർ ഹമാസിന് ചിയേഴ്സ് അടിക്കുന്നു, ഹമാസിനെ ആ നിലയ്ക്ക് പുകഴ്ത്തി പറയുന്ന ഒരു സാഹചര്യമൊക്കെ ആ സെമിനാറിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഹമാസ് ആണ് ശരി എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ആ സെമിനാറിൽ ഉരുത്തിരിഞ്ഞത്.
അമേരിക്ക അത്തരത്തിൽ ഇസ്രയേലിന് ആയുധം നൽകുന്ന അത്തരം ശൃംഖലകൾ തകർക്കണമെന്ന് ആ സമ്മേളനം ആവശ്യപ്പെടുന്നു. എതിരാളികളെ നിർവീര്യമാക്കണം എന്നുള്ള നിലയിലാണ് ഇസ്രയേലിന്റെ അന്ത്യത്തിനായി പ്രവർത്തിക്കുമെന്ന് അമേരിക്കയിൽ ഒരു കോൺഫറൻസ് നടത്തിയിട്ട് അവിടുത്തെ പലസ്തീൻ അനുകൂല സംഘടന പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ എത്രയോ നൂറുകണക്കിന് പേർ പങ്കെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇത് നടന്നത്, ഈ കോൺഫറൻസ് നടന്നത് ഡെട്രോയിറ്റിലെ ഹണ്ടിങ്ടൺ പ്ലേസ് കൺവെൻഷൻ സെന്ററിലാണ്. പലസ്തീനായുള്ള 2ാം വാർഷിക കോൺഫറൻസ് ആയിരുന്നു നടന്നത്. തീവ്ര ഇടതുപക്ഷ പലസ്തീൻ അനുകൂല ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ, പ്രഭാഷകരൊക്കെ, ലോക പ്രശസ്തരായ പ്രഭാഷകരൊക്കെ അണിനിരുന്ന ഒരു സെമിനാർ, ഒരു വലിയ കോൺഫറൻസ് ആയിരുന്നു അത്. അതിന്റെ ഉദ്ഘാടന സെഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. കാലിഫോർണിയയിലെ റിച്ച്മണ്ട് മേയർ എഡ്വേർഡോ മാർട്ടിനസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹമാസ് ഗ്രൂപ്പ് ഈ സ്കൂൾ മുറ്റത്ത്, അദ്ദേഹത്തിന്റെ സ്കൂൾ കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഹമാസിനെയും അതുപോലെ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന അധിനിവേശത്തെയും ഒക്കെ അദ്ദേഹത്തിന്റെ സ്കൂൾ കാലവുമായിട്ട് അദ്ദേഹം ഇങ്ങനെ ക്ലബ് ചെയ്യായിരുന്നു. അതുമായി ബന്ധപ്പെടുത്തിയാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ചട്ടമ്പി പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ ആ ചട്ടമ്പി പിള്ളേർ ഞാൻ തമ്മിൽ അവന്മാര് മറ്റു പല കുട്ടികൾക്കും ശല്യമാകുന്നതുകൊണ്ട് ഞാൻ ചട്ടമ്പി പിള്ളേരുമായിട്ട് തല്ലുകൂടുമായിരുന്നു എന്നൊരു കഥയാണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഹമാസിനോട് അദ്ദേഹത്തെ ഉപമിക്കുകയായിരുന്നു. അങ്ങനെ പലസ്തീനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇസ്രായേൽ സേന എന്ന ചട്ടമ്പി പിള്ളാരെ ഹമാസ് അടിച്ച് ഓടിക്കുകയാണ്. അപ്പൊ ഹമാസിനെ ഓർക്കുമ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാലത്തെ ഞാൻ എന്റെ സ്കൂൾ മുറ്റത്ത് നടത്തിയ ഫൈറ്റുകളാണ് ഓർമ്മ വരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ നിലയ്ക്ക് ഹമാസ് ശരിപക്ഷമാണ് ഹമാസിന്റെ പക്ഷം എന്ന് അമേരിക്കയിലടക്കം നടക്കുന്ന കോൺഫറൻസുകളിൽ അവിടെ തന്നെ ഇത്തരത്തിലുള്ള ഈ ചെറിയ ആളുകളൊന്നും അല്ലല്ലോ. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റിലെ കാലിഫോർണിയയിലെ റിച്ച്മണ്ടിലെ മേയറാണ് പറയുന്നത്, ഹമാസ് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ നടത്തിയിരുന്ന പോരാട്ടങ്ങളെ പോലെ പോരാട്ടം നടത്തുന്ന ഒരു സംഘടനയാണെന്ന്. അപ്പൊ ആ നിലയ്ക്കുള്ള വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതേസമയം തന്നെ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട്, ബന്ദിമോചനവും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രയേല് ഗോൾ പോസ്റ്റ് മാറ്റി കളിക്കുകയാണ് എന്നൊരു പരാമർശവുമായിട്ട്, ഒരു കുറ്റപ്പെടുത്തലുമായിട്ട് ഖത്തർ പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായം എന്നൊക്കെ പറയാവുന്ന, എയ്ഡ് എന്ന് പറയാവുന്ന അദ്ദേഹത്തിന്റെ വിശ്വസൻ രംഗത്തെത്തി എന്നുള്ളൊരു വാർത്തയാണ്. അതായത് ഓഗസ്റ്റ് 18 കഴിഞ്ഞ മാസം 18-ാം തീയതി ഘട്ടം ഘട്ടമായുള്ള വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള ഒരു നിർദ്ദേശം അംഗീകരിക്കാൻ ഞങ്ങൾ ഹമാസിനെ നിർബന്ധിച്ചു. ഹമാസ് ആ നിർദ്ദേശം അംഗീകരിച്ചു. ആ നിർദ്ദേശം എന്ന് പറയുന്നത് സ്റ്റീവ് വിറ്റ്കോഫ്, ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ് ഏത് നിലയ്ക്കുള്ള ഒരു പ്രപ്പോസലാണോ മുന്നോട്ട് വെച്ചത് അതേ പ്രപ്പോസൽ തന്നെയായിരുന്നു എന്നാണ് ഇദ്ദേഹം, ഈ ഖത്തറിൽ നിന്നുള്ള ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത്. അപ്പോൾ ഒടുവിൽ പക്ഷേ അതൊരു വഴിത്തിരിവിലെത്തിയെന്ന് കരുതുന്ന സമയത്ത് ഇത് അട്ടിമറിക്കുകയായിരുന്നു ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രയേലിൽ നിന്നുള്ള ടീമും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഈ മധ്യസ്ഥ ശ്രമം നടത്തുന്ന രാജ്യങ്ങളെ പോലും അപമാനിച്ചുകൊണ്ടുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ മൊത്തം ടോപ്പിഡോ ചെയ്യുകയാണ്. അവസാന നിമിഷങ്ങളിൽ ഇത് മൊത്തത്തിൽ ഈ ചർച്ചയുടെ മുഴുവൻ ഗതിയും നേരെ റിവേഴ്സ് അടിക്കുന്ന തരത്തിലുള്ള പരിപാടി, ഗോൾ പോസ്റ്റ് മാറ്റി കളിക്കുന്ന പരിപാടി, നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഗോൾ പോസ്റ്റ് എടുത്ത് മാറ്റുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ഖത്തറിൽ നിന്ന് വരുന്നു എന്നത് പ്രധാനപ്പെട്ട വാർത്തയാണ്. അതേസമയം പലസ്തീൻ വിഷയം UN പൊതുസഭയിലേക്ക് വരികയാണ്. സ്വതന്ത്ര പലസ്തീൻ അല്ലെങ്കിൽ ദ്വിരാഷ്ട്ര പരിഹാരം, സ്വതന്ത്ര പലസ്തീന്റെ പ്രഖ്യാപനം എന്നുള്ള ആവശ്യമൊക്കെ. അപ്പോൾ ബെൽജിയം കൂടി ഈ സ്വതന്ത്ര പലസ്തീൻ എന്ന് പറയുന്ന പ്രഖ്യാപനത്തെ പലസ്തീൻ രാഷ്ട്രമായി അംഗീകരിക്കുന്ന ആ ഒരു നടപടിയിൽ ബെൽജിയം കൂടി ചേരുന്നു എന്നുള്ളതാണ്. ബെൽജിയം വിദേശകാര്യമന്ത്രി മാക്സിം പ്രവോട്ടാണ് കഴിഞ്ഞ ദിവസം, ഇന്നലെ, ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ സർക്കാരിന് മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. പലസ്തീൻ രാജ്യം പ്രഖ്യാപിക്കുന്നതിൽ ഒപ്പം ചേരുമെന്ന് മാത്രമല്ല, ബെൽജിയം കൂടി ആ പ്രഖ്യാപനത്തിൽ ഒപ്പം ചേരുമെന്നുള്ളത് മാത്രമല്ല, ഇസ്രായേലിനെതിരായ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കും എന്ന് കൂടി അദ്ദേഹം പറയുന്നു. അതേസമയം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഈ ഏറ്റവും നിർണായകമായ ഈ സമ്മേളനത്തിലേക്ക്, UN പൊതുസഭയുടെ സമ്മേളനത്തിലേക്ക്, അമേരിക്കയിലേക്ക്, ന്യൂയോർക്കിലേക്ക് എത്താൻ വിസ നിഷേധിച്ചിരിക്കുകയാണ്. പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനും അതുപോലെ അവിടുത്തെ 80 പേർക്കും വിസ നിഷേധിച്ചിരിക്കുകയാണ്. ഈ ഒരു നീക്കത്തിനെതിരെ അതിശക്തമായി രംഗത്ത് വരികയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. നേരത്തെ സ്പെയിനിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇമ്മാനുവൽ മാക്രോൺ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് സ്വീകാര്യമല്ല, അസ്വീകാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ ഈ നീക്കം അസ്വീകാര്യമാണ്, ഈ നടപടി പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അതായത് ഈ സെപ്റ്റംബർ 22-ാം തീയതി ചേരുന്ന UN പൊതുസഭയ്ക്ക് മുന്നോടിയായി തൊട്ട് മുൻപുള്ള ദിവസം സൗദി അറേബ്യയും ഫ്രാൻസും കൂടി ആതിഥേയത്വം വഹിക്കുന്ന ഒരു ദിവസ സമ്മേളനമുണ്ട്. ആ സമ്മേളനവും പ്രധാനമാണ്. അപ്പോൾ അദ്ദേഹം, ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോൺ പറയുന്നത്, സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനും താനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ധാരണ പ്രകാരമാണ് അങ്ങനെ ഞങ്ങൾ കോ ഹോസ്റ്റ് ആകാൻ, ആതിഥേയ
രാജ്യങ്ങളാകാൻ തീരുമാനിച്ചത്. അപ്പൊ അങ്ങനെ ഒരു സമ്മേളനത്തിൽ നിന്ന് പലസ്തീൻ അതോറിറ്റിയെ വിലക്കുന്നു, അവരുടെ പ്രസിഡന്റിനെ വിലക്കുന്നു എന്നൊക്കെയുള്ളത് അതീവ ഗൗരവമുള്ള കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഇസ്രായേലിൽ ഡേ ഓഫ് ഡിസ്റപ്ഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ക്യാമ്പയിനാണ്, പുതിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിന്റെ അതിനവർ വിശേഷിപ്പിക്കുന്ന പേര് ഡേ ഓഫ് ഡിസ്റപ്ഷൻ എന്നാണ്. വേണമെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ഇസ്രായേലിൽ കൂട്ടയടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗസയിലെ ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ പ്രക്ഷോഭം നടത്തിയിരുന്ന പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ അവരവരുടെ ഈ സ്ട്രാറ്റജി മാറ്റിയിരിക്കുന്നു. അവരുടെ ഇപ്പോഴത്തെ അവരുടെ രീതി എന്ന് പറയുന്നത് ഡിസ്റപ്ഷനാണ്, തടസ്സം വരുത്തിക്കൊണ്ടാണ്, ഉപരോധിച്ചുകൊണ്ടാണ് അവരുടെ പ്രകടനങ്ങളും അവരുടെ പ്രതിഷേധവും മുന്നോട്ട് പോകുന്നത്. അവർ പറയുന്ന കാര്യം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് പുറത്തിറങ്ങാൻ കഴിയില്ല, അദ്ദേഹത്തെ തടയുമെന്നുള്ള നിലയിലൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ഇപ്പൊ ജെറുസലേമിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപം ഈ നിരവധി ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ചുള്ള പ്രതിഷേധമൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ അരങ്ങേറി. അതുപോലെ നമ്മൾ ഈ വേസ്റ്റ് ബിൻ, ഡസ്റ്റ് ബിൻ എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ ഈ സിവാല പെട്ടികളെന്നാണ് ഇവിടെ പറയുന്നത്, അത്തരത്തിലുള്ള വേസ്റ്റ് ബിന്നുകളൊക്കെ കൂട്ടത്തോടെ ഇട്ട് കത്തിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധ രീതികളുമായിട്ടും ഒക്കെ ഈ പ്രതിഷേധകർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും റഹാവിയ, അതുപോലെ ഗിവത്ര എന്നുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള വാർത്തകൾ. ഈ ടയറുകളും അതുപോലെ ഇത്തരത്തിലുള്ള ബിന്നുകളും കത്തിക്കുന്നു, മാത്രമല്ല വാഹനങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു എന്നുള്ള വാർത്തയാണ്. നിരവധി വാഹനങ്ങൾക്ക് ഇത്തരത്തിൽ തീ വച്ചു പ്രക്ഷോഭകർ എന്നുള്ള വാർത്ത. പ്രക്ഷോഭത്തിന്റെ സ്വഭാവം മാറുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. അതേസമയം ഇപ്പോ ഈ ഗസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട്, അവിടെ യുദ്ധം തുടരുന്നതുമായി ബന്ധപ്പെട്ട് ഈ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും തമ്മിലുള്ള വലിയ പ്രശ്നമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണ്. ഇയാൽ സമീറിന് ഏതെങ്കിലും ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിച്ച് പിന്നാക്കം പോകണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്, നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെയുള്ള സൈനിക മേധാവിയും ഇത്തരത്തിലുള്ള യുദ്ധം ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹവും രാജിവെച്ചു പോയത് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതുപോലെ ഇയാൽ സമീറിന്റെ അതേ അഭിപ്രായം പങ്കുവയ്ക്കുന്ന ആളുകളാണ് അവിടുത്തെ വിദേശകാര്യമന്ത്രി ജിഡിയോൺ സാർ, അല്ലെങ്കിൽ ഗിഡിയോൺ സാർ, ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ. നമ്മൾ പറഞ്ഞു മൊസാദ് മേധാവി ഡേവിഡ് ബേർണിക്കും ഇതേ അഭിപ്രായമാണ്. അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനേഗ്ബി, ഇവർക്കൊക്കെ അങ്ങനെ എല്ലാം കൂടി കഴിഞ്ഞിട്ടുള്ള ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ ഈ ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കി ഗസ അധിനിവേശിക്കാൻ അങ്ങനെയുള്ള പ്ലാനൊന്നുമല്ല. ഏതെങ്കിലും തരത്തിൽ ബന്ദികളെ മോചിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു താല്പര്യമാണ്. പക്ഷേ അങ്ങനെയല്ല, നെതന്യാഹുവിന് മറ്റ് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടുള്ള അദ്ദേഹം യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വാർത്ത. ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഗസയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പട്ടിണി കൊണ്ടാണ് കൂടുതലും ആളുകൾ മരിക്കുന്നത്. ഇപ്പോൾ പട്ടിണി കൊണ്ട് ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച ഒരു ദിവസമായിട്ട് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തുന്നു. ഇതുവരെയുള്ള മരണം 63,633 പേർ എന്നാണ് കണക്ക്. 1,60,60,914 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്, സ്ത്രീകളും കുട്ടികളും അടക്കം. ഇനി നമ്മൾ യമൻ ഹൂത്തികളുടെ കാര്യങ്ങളിലേക്ക് വന്നാൽ, യമനിൽ അവരുടെ പ്രധാനമന്ത്രി, അതുപോലെ മന്ത്രിമാർ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, അവരുടെയൊക്കെ സംസ്കാര ചടങ്ങുകൾ, ഖബറടക്കം കഴിഞ്ഞ ദിവസം നടന്നു. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. اللهم اغفر لهم وارحمهم وعافهم واعف عنهم وتجاوز عن سيئاتهم وافسح لهم في قبورهم واوسع لهم مدخلهم ولكنهم حجتهم. اللهم تقبل منهم ما قدموا في سبيلك يا ارحم الراحمين واجعل ارواحهم في عليين مع النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا يا رب العالمين. ഹൂത്തികൾ പറയുന്നു അതിശക്തമായി തിരിച്ചടിക്കുമെന്ന്. അവർ പറയുന്നത് മാത്രമല്ല, അവരവിടെ അതിശക്തമായി തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു. യഹിയ സാരി അവരുടെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ, സമദ് 4 ഡ്രോൺ ഉപയോഗിച്ച് അധിനിവേശ ജഫ എന്ന് പറയുന്ന ഒരു ടെല്ലവീവിനെ കുറിച്ചാണ്. ടെല്ലവീവിലെ അവിടെ ഈ ജോയിന്റ് സ്റ്റാഫിന്റെ ഒരു കെട്ടിടം ലക്ഷ്യമിട്ടു ഞങ്ങളെന്ന്, ആ കെട്ടിടത്തിന് നേർക്ക് ഈ സമദ് ഡ്രോൺ പ്രയോഗിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ 3 ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഹദേര പവർ പ്ലാന്റ്, ടെല്ലവീവിലെ പവർ പ്ലാന്റ്, അതുപോലെ അവരുടെ ഭാഷയിൽ അല്ലാതെ വിമാനത്താവളം, അതായത് ബെൻഗുരിയൻ വിമാനത്താവളം, അതുപോലെ അഷ്ദോദ് തുറമുഖം എന്നിവ ലക്ഷ്യമിട്ടു. ഇവിടങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തി. ഈ ആക്രമണം വരുന്ന ദിവസങ്ങളിൽ തുടരുമെന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഹൂത്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, സുഹൃത്തിനോ ശത്രുവിനോ പ്രതീക്ഷിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ ഞങ്ങൾ കാണിക്കാൻ പോകുന്നു എന്നാണ്. ഞങ്ങളുടെ സൈനിക ശേഖരത്തിൽ അപാരമായ സാധനങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ കാണിച്ചു തരാം. ഇത് പറയുന്നത് അൻസാറുള്ളയുടെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ ദൈഫല്ല അൽ ഷാമിയാണ്. അദ്ദേഹം അൽ മൈദീൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞ ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇതിലും കൂടുതൽ വിഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കടൽ കടന്നുപോയി പലസ്തീനൊപ്പം ഹമാസിനൊപ്പം പലസ്തീനെ മോചിപ്പിക്കാൻ വേണ്ടി ആ യുദ്ധമുന്നണിയിൽ ചേർന്നേനെ.
പോരാട്ട മുന്നണിയിൽ ചേർന്നതിനെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ ഇസ്രയേലിന്റെ അധിനിവേശ പ്രദേശങ്ങളിൽ യമൻ സൈന്യം കൂടുതൽ ആക്രമണങ്ങൾ നടത്തും എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം സമയം തന്നെ ചെങ്കടൽ തീരത്ത് ഒരു ഇസ്രയേലി കപ്പലിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായിട്ടും അവര് ഇതുമായി ബന്ധപ്പെട്ട് യമന്റെ സായുധ സേന, അതായത് യഹിയ സാരി പ്രഖ്യാപിക്കുന്നു കഴിഞ്ഞ ദിവസം എന്നുള്ളതാണ്. അതായത് അവർ യമൻ പറയുന്നത്, ഹൂത്തികൾ പറയുന്നത്, ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടപ്പെട്ടത്, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇസ്രയേൽ കണ്ടോളൂ എന്നുള്ള നിലയിലാണ്. വടക്കൻ ചെങ്കടലിൽ ഇസ്രയേലി എണ്ണ ടാങ്കർ സ്കാർലറ്റ് റേയെ ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് ആക്രമണം നടത്തിയതായിട്ടാണ് അവരുടെ സൈനിക വക്താവ് യഹിയ സാരി പറയുന്നത്. മൊത്തത്തിൽ പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മണിക്കൂറുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ ഉണ്ടായ പ്രധാനപ്പെട്ട വാർത്തകളായിരുന്നു അവതരിപ്പിച്ചത്. വരുന്ന മണിക്കൂറുകളിലുള്ള പ്രധാനപ്പെട്ട വാർത്തകളുമായി വീണ്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാം.